ഓഡിറ്റിങ്ങിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. മുന്നിലത്തെ വീഡിയോകളിലായിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, മറ്റു സ്ട്രീമുമായിട്ട് ഓഡിറ്റിങ്ങിന് വരുന്ന ഡിഫറൻറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ്, എന്തെല്ലാം ലിമിറ്റേഷൻസ് ആണ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ആർ ആസ് ഫോളോസ്. നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഓഡിറ്റ് ഇസ് എ ടൂൾ which different stakeholders can use to protect their interest in the enterprise. ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ ഓഡിറ്റിനെ കണക്കാക്കുന്നത്. അപ്പം ഓഡിറ്റിനെ നമ്മൾക്ക് അതിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്, ഈ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഈ ഓഡിറ്റ് ഈസ് എ ടൂൾ. ഇത് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാൻ പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ദ എൻ്റർപ്രൈസിൽ അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആയിട്ടാണ് ഓഡിറ്റിനെ കണക്കാക്കുന്നത്. സെക്കൻഡ് വൺ പറയുന്നത്, ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി കറക്റ്റീവ് മെഷർ ബട്ട് ഹാസ് എ ഡിറ്ററൻറ്റ് എഫക്റ്റ്. ഓഡിറ്റ് ഒരു കറക്റ്റീവ് മെഷർ മാത്രമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്, എന്തായിട്ടാണ് ഡിറ്ററൻറ്റ് എഫക്റ്റ് കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ തെറ്റുകൾ വരാതിരിക്കാനുള്ള ഇല്ലെങ്കിൽ ഒരു മുൻകൂട്ടി ഒരു പ്രതിരോധ യൂസായി അല്ലെങ്കിൽ അതിനായിട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ഒരു പ്രതിരോധിക്കാനുള്ള ഒരു എഫക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തെറ്റുകൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ ഒരു മുൻകരുതലെടുക്കാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. Then it serves as a moral check on the employees for committing deflation and embezzlement. ഈ പറയുന്ന ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു ബിസിനസ്സിലേക്കാണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മോറൽ ചെക്ക് ആണ് നടത്തുന്നത്. അവർക്ക് അവിടെ കമ്മിറ്റിംഗ് എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മോറൽ ചെക്ക് അവിടെ നടക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫോർത്ത് വൺ പറയുന്നത്, എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ റിമൈൻ അലേർട്ട് ആൻഡ് വിജിലന്റ് ആസ് റിഗാർഡ് ആസ് അപ്ഡേറ്റിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ്. ഈ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന എംപ്ലോയീസിനെല്ലാം കറക്റ്റ് ആയിട്ടുള്ള അലേർട്ട് അല്ലെങ്കിൽ ഒരു വാർണിംഗ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കും. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും അവരുടെ ഡാറ്റാസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡിറ്റക്ഷൻ ഓഫ് വേസ്റ്റേജസ് ആൻഡ് ലോസസ് ആൻഡ് ഹെൽപ്പ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് കറക്റ്റീവ് ആക്ഷൻ. വേസ്റ്റേജസും ലോസസും കുറയ്ക്കാനും അവരെ കറക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അവർക്ക് ഹെൽപ്ഫുൾ ആണ്. ദെൻ പറയുന്നത് നോക്കാം, ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആർ ടേക്കൺ ടു ബി മോർ റിലയബിൾ ആൻഡ് useful during cooperative restructuring exercises and valuation to the enterprise. ഒരു കോപ്പറേറ്റീവ് റീസ്ട്രക്ചറിങ് എക്സസൈസിനും വാല്യുവേഷൻ എല്ലാം ഈ ഓഡിറ്റഡ് റിപ്പോർട്ടുകൾ ഓഡിറ്റിംഗ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് നോക്കാം, ഓഡിറ്റർ അക്കൗണ്ടഡ് ആർ ടേക്കൺ ടു ബി മോർ ഹെൽപ്ഫുൾ ഇൻ ദ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ആൻഡ് ദസ് അവോയ്ഡിംഗ് എനി ഡിസ്പ്യൂട്ട് amongst them. എന്താണ്, പാർട്ട്നേഴ്സിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഡിസ്പ്യൂട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സുകൾ, അതായത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഇതിവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലാണെങ്കിൽ ഡിസ്പ്യൂട്ടുകൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് അല്ലേ. അപ്പം ഓഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓഡിറ്റഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. Then bank, financial institution and government require audited accounts before granting any financial assistance to the enterprise. ഒരു ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫിനാൻസ് നമുക്ക് ഗ്രാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റഡ് റിപ്പോർട്ട് കാണിച്ചാൽ മതി. ഒരുപാട് ഫോർമാലിറ്റീസിലേക്ക് ഒന്നും പോകണ്ട. ഓഡിറ്റഡ് റിപ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ പ്രോഫിറ്റ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരു ബാങ്കിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് അറിയാൻ പറ്റും. സോ അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. ദെൻ എന്താ പറയുന്നത്, ഓഡിറ്റഡ് അക്കൗണ്ട് ആർ മോർ റിലയബിൾ ബൈ ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് ഗവൺമെന്റിനും ഇതുപോലെ തന്നെ ടാക്സിന്റെ കാൽക്കുലേഷൻസിനും ടാക്സ് റിട്ടേൺ ചെയ്യാനും ഒക്കെ ഈ ഓഡിറ്റഡ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് അവർ യൂസ് ചെയ്ത് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ്, ദീസ് ആർ ദ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാൻ യൂസ് ടു protect their interest in the enterprise. Second പറയുന്നത്, ഓഡിറ്റ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി എ കറക്റ്റീവ് മെഷർ, ഇറ്റ് ഈസ് എ ഡിറ്ററൻറ്റ് എഫക്റ്റ്. അതുപോലെ ഇറ്റ് സെർവ് ആസ് എ മോറൽ ചെക്ക് ഓൺ ദ എംപ്ലോയീസ് ഫ്രം കമ്മിറ്റിംഗ് എറേഴ്സ്.
The employees of the organization remain alert and vigilant as regards updating of books of accounts and other records. ഇനി നമ്മൾ പറയുന്ന ഒരു ഗവൺമെന്റിനെ അപേക്ഷിച്ച് അവർക്ക് ഈ പറയുന്ന ഓഡിറ്റർ റിപ്പോർട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഒരു ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നെല്ലാം ഫൈനാൻസ് ഗ്രാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓഡിറ്റർ റിപ്പോർട്ടുകൾ മതി. പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ അപേക്ഷിച്ച് അവർക്ക് ഒരുപാട് ഡിസ്പ്യൂട്ടുകളെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഓഡിറ്റിംഗ് എന്ന പ്രോസസ്സ് കൊണ്ടുവരുന്നത് കൊണ്ട് യൂസ്ഫുൾ ആണ്. പിന്നെ എന്താ പറയാ, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിനും വാല്യുവേഷൻസിനും ഈ പറയുന്ന ഓഡിറ്റിംഗ് ഹെൽപ്ഫുൾ ആണ്. പിന്നീട് നമ്മളോട് പറയുന്നുണ്ട് ഈ ഓഡിറ്റ് നടക്കുന്നത് കൊണ്ട് ഡിറ്റക്ഷൻ ഓഫ് ഈ പറയുന്ന വേസ്റ്റേജസും ലോസസിനെയും ഡിറ്റക്ട് ചെയ്യാനും അതിനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനും ഇറ്റ് വിൽ ഹെൽപ്ഫുൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓഡിറ്റിങ്ങിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. സം ഓഫ് ദ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വൺ, റിലൈ ഓൺ എക്സ്പേർട്സ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം, ഓഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ പിടിച്ചിട്ട് നമുക്ക് ഓഡിറ്ററായിട്ട് ഇരുത്താൻ പറ്റില്ല. ഓഡിറ്റർ എന്ന് പറയുന്നത് വെല്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. അവര് മറ്റ് പ്രൊഫഷണൽസ് പോലെ, ഇപ്പൊ ലോയറിനെ പോലെ എഞ്ചിനീയേഴ്സിനെ പോലെയൊക്കെ അവരുടെ പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം അതൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററിനെ, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് എക്സ്ട്രാ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിട്ടാണ്, ബിസിനസിന്റെ ഒരു എക്സ്ട്രാ ഫിനാൻഷ്യൽ ബേർഡൻ ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. അത് നമുക്കൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ദെൻ ചെക്കിംഗ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ബിഗ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോർമലി പോകുന്ന ഒരു ഓർഗനൈസേഷനിൽ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെ. ഓരോ ട്രാൻസാക്ഷൻസും അയാൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതൊരു ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ an audit does not guarantee that all material misstatement will be detected. എല്ലാ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റും ഇയാൾ കണ്ടുപിടിക്കാം എന്ന് പറയാനേ കഴിയില്ല. അത് എന്തിന്റെ ബേസിലിരിക്കും? ഓഡിറ്റിംഗിന്റെ നാച്ചറിന്റെ ബേസിൽ. അതായത് ആ ഓഡിറ്റിംഗ് എങ്ങനെയാണ്, ഇപ്പൊ ഒരു സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഡെയിലി ഒരു ഓഡിറ്ററിനെ ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അയാൾ ഡെയിലി വരുന്ന ട്രാൻസാക്ഷൻസിനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വർഷത്തിൽ 2 തവണ അല്ലെങ്കിൽ വർഷത്തിൽ 1 തവണ വന്നിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈച്ച് ആൻഡ് എവറി മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് നടക്കില്ല എന്നുള്ളതാണ് അടുത്തൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നോട്ട് ഈസി ടു ഡിറ്റക്ട് സം ഫ്രോഡ്. അത് എന്താ പറയാ, നമുക്ക് ചില ഫ്രോഡുകൾ തീരെ നമുക്ക് കണ്ടുപിടിക്കാനേ കഴിയില്ല. അതെങ്ങനെയുള്ളതായിരിക്കും? അങ്ങനെ ഒരു എൻട്രി അവിടെ പാസ് ചെയ്തിട്ടേ ഇല്ല. അവര് ഒരു എൻട്രി അവിടെ സംഭവിച്ചു, ആ എൻട്രി ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു ഓഡിറ്ററിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ആ മെറ്റീരിയൽ, അതിൻ്റെ അകത്ത് വരുന്ന മെറ്റീരിയാലിറ്റീന്റെ ബേസിലായിരിക്കും നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള അതുപോലെ തന്നെ നമുക്കറിയാം ഒരു തെറ്റ്, ഇപ്പൊ ഡെബിറ്റ് ചെയ്ത സാധനം തന്നെ പോയിട്ട് ക്രെഡിറ്റും ചെയ്ത് നമ്മൾ ഈക്വൽ ആക്കി വെച്ചിട്ടുണ്ട് വാല്യൂ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലെ. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. നമുക്ക് ബാലൻസിലെല്ലാം ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചില അക്കൗണ്ട്സുകൾ സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ പറയാം എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റിന്റെ എഫിഷ്യൻസിയിൽ അവർക്ക് കമാൻഡ് ചെയ്യാനോ അവർക്ക് അതിന്റെ ഫ്യൂച്ചർ പെർഫോമൻസിനെ ഗൈഡ് ചെയ്യാനോ അവർക്ക് കഴിയില്ല. ഇവർക്ക് അവിടുത്തെ ഓഡിറ്റ് ചെയ്തിട്ട് അവരുടെ റിപ്പോർട്ടിൽ എന്താണ് അവർക്ക് എഴുതാനുള്ളത്, ഓക്കെ നമ്മളത് എന്താ പറയാ ട്രൂ ആണ്, കംപ്ലീറ്റ്ലി ട്രൂ ആണെന്നോ ഇല്ലെങ്കിൽ അത് തെറ്റുകളൊന്നും കണ്ടിട്ടില്ലാന്നോ എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് എഴുതി പോവാന്നല്ലാണ്ട് അവർക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാണ് എന്ന് അഡ്വൈസ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതും ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ് നോക്കിയത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ടൂളാണ് നമ്മൾ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നത് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെക്കിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അപ്ഡേഷൻസ് ഉണ്ടാവും അല്ലെ. നമുക്ക് അക്കൗണ്ടുകളും
ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേഷനിലൂടെ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. അവർക്ക് അതിനുള്ളൊരു വാർണിംഗ് ആയിട്ടാണ് നമ്മൾ ഓഡിറ്റിങ്ങിനെ കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റേജസും ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അത് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കാനും കഴിയും. അതുപോലെ തന്നെ ഒരു ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫൈനാൻസ് ഗ്രാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റഡ് റിപ്പോർട്ട് യൂസ് ചെയ്യാം. ഗവൺമെന്റിന് ഓഡിറ്റഡ് റിപ്പോർട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാം. ഒരു കോപ്പറേറ്റീവ് അസിസ്റ്റൻസ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ അപേക്ഷിച്ച് ഡിസ്പ്യൂട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഓഡിറ്റിംഗ് നടത്തുന്നത് കൊണ്ട് ഹെൽപ്ഫുൾ ആണ്. ലിമിറ്റേഷൻസിലേക്ക് വരുമ്പോഴേക്കും ഒരു എക്സ്പേർട്ടിനെ പ്രത്യേകമായിട്ട് അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതും ആ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ഉള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവരുടെ സാലറി, അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ അവർക്ക് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഒരിക്കലും അവർക്ക് ചെക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് തരാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് ഗൈഡൻസ് അല്ലെങ്കിൽ കമന്റ് കൊടുക്കുന്നതിന് കഴിയില്ല. 100% ട്രൂ ആണ് അവരുടെ റിപ്പോർട്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. ചില ഫ്രോഡുകളോ അല്ലെങ്കിൽ ചില എറേഴ്സുകളൊന്നും അവർക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തതും ഇതിൻ്റെ അകത്ത് ഉണ്ടാവാം. ഇതിനെയൊക്കെയാണ് നമ്മൾ ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഓഡിറ്റിങ്ങിന്റെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.